ഹലോ, നമസ്കാരം. നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട ദോശ ഉണ്ടാക്കി നോക്കിയാലോ? ഗോതമ്പ് പൊടി, മൈദയും, മുട്ടയും അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട ദോശയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. നമുക്ക് മുളകിൻ്റെ കൂടെയും ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ദോശയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ച് അതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗോതമ്പ് പൊടി എത്ര എടുക്കുന്നു അതിൻ്റെ പകുതി മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തവി ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ടയാണ് വേണ്ടത്. കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുക. തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് തേങ്ങ കൂടുതൽ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് ഉപയോഗിച്ച് തന്നെ ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ മെയിൻ ഒരു ഐറ്റം ചേർക്കുന്നത്. ആരും തന്നെ ചേർത്ത് കാണാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദോശ നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ട കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒട്ടും കട്ട കെട്ടാതെ. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു സമയം കൊണ്ട് നമുക്ക് ദോശയോടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മുളക് ഉണ്ടാക്കാം. ഒരു ബൗളിലെടുത്ത് അതിലേക്ക് അര സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കൈ വെച്ച് നല്ലതുപോലെ ഇത് തിരുമ്മിയെടുക്കുക. കൈ വെച്ച് തിരുമ്മുകയാണെങ്കിൽ ഏറ്റവും നല്ലതുപോലെ തിരുമ്മിയെടുക്കുക. ഇതുപോലെ നല്ലതുപോലെ തിരുമ്മിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള ഇഷ്ടമുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നല്ല തിളപ്പിച്ച എണ്ണയാണ്. നിങ്ങൾ തിളപ്പിച്ച എണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ സവോളയുടെ ഒക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ആ സ്പൂൺ വെച്ച് നമുക്ക് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ ഇടാം. ഒരു പാൻ എടുത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ ദോശ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ പരത്തി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ പുറകെ തന്നെ ഒട്ടും താമസിക്കാതെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇടുക. എന്നിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സവോളയും തക്കാളിയും മുളകൊക്കെ ദോശയിലേക്ക് ശരിക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടുകം വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ദോശ തിരിച്ചിടാം. ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ആ സൈഡോടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ദോശ റെഡിയായി. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുളകും കൂടി അങ്ങിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ദോശ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കിയേക്കാം അല്ലേ. ഇതാ നമ്മുടെ മുട്ട ദോശ ഞാൻ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കുറച്ച് മുറിച്ചെടുക്കാം. ഇങ്ങനെ ആ സവോളയും അതിൻ്റെ തക്കാളി മുളകും എല്ലാം കൂടെ വരുന്ന രീതിയിൽ അത് തന്നെ കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റാണ്. ഇനി ആ മുളകിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാവേ. മുളക് നമ്മളെ ചൂട് എണ്ണ വെച്ചിട്ടുണ്ട്. മുളകിൻ്റെ നല്ല സ്മെല്ലുണ്ട്. സൂപ്പർ. മുളക് അടിപൊളി. നിങ്ങളെന്തായാലും ഇതൊരുപാട് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. പക്ഷേ നിങ്ങൾ ആ പാലും കൂടി ഒഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും നമ്മുടെ ആ ദോശ. അപ്പോൾ നിങ്ങളെന്തായാലും പാലും കൂടി ഒഴിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ
അടിപൊളി. ആ സവാളയുടെ ആ ടേസ്റ്റും കറിവേപ്പിലയും തക്കാളി മുളകും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റുണ്ട്. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. മുളക് കൂടുതലെടുത്ത് കഴിച്ച് നോക്കാം. സൂപ്പർ.